ഹലോ എവരിവൺ, മച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊറിയൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. കിംചി. വളരെ ടേസ്റ്റോട് കൂടി ഇങ്ങനെ വീഡിയോസിലൊക്കെ ആളുകൾ കഴിക്കുന്നത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വേഗം പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ ചൈനീസ് ക്യാബേജ് എന്ന് പറയുന്ന ഈ സാധനമാണ് ഇത് കിംചി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചൈനീസ് ക്യാബേജ് ഇതുപോലെ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഓരോ ഇല മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഒരു ചൈനീസ് ക്യാബേജ് എടുത്തിട്ടുള്ളത്, അപ്പം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിരുന്നു. 2 കപ്പ് വെള്ളം ചേർത്തതെന്ന് വെച്ചാൽ ഈ ചൈനീസ് ക്യാബേജ് ശരിക്കും ഉപ്പിട്ട ശേഷം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം വെച്ചിട്ട് അതിങ്ങനെ വെള്ളത്തിലേക്ക് മുക്കി വെക്കുക. അത് മുക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ചൈനീസ് ക്യാബേജ് ഇലക്കൊക്കെ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ആ കട്ടി ഒന്ന് കുറയാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ 4 മുറിച്ച് ഉപ്പൊക്കെ തേച്ച് വെള്ളം ചേർത്ത് ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്ത ശേഷം ഇതേപോലെ ഒരു ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത്. സാധാരണ ചൈനീസ് ക്യാബേജ് ഇതേപോലെ 4 മുറിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഉപ്പ് ചേർത്ത പോലെ തന്നെ ഒരു ഇതിനകത്ത് ചേർക്കേണ്ട ഒരു പേസ്റ്റ് ഉണ്ട്. ആ പേസ്റ്റ് ഇട്ടിട്ട് കുപ്പിയിൽ അങ്ങനെ തന്നെ അടച്ച് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ഇതേപോലെ ചെറിയൊരു കഷ്ണമായിട്ട് മുറിച്ചപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ 2 രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ആപ്പിളാണ്. ഞാനപ്പോൾ ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് മിക്സിയിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി കാശ്മീരി പൗഡറും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിലർ ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി കുറുക്കി ചേർത്തിട്ട് ഈ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ അരിപ്പൊടി ഞാൻ അവോയ്ഡ് ചെയ്തു, അല്ലാതെ എടുത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ പച്ച ക്യാരറ്റാണ്. അത് ഞാനിങ്ങനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ പേസ്റ്റ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് തിരുമ്മി എടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ 3 മണിക്കൂറോളം ഉപ്പിട്ടിട്ടാണല്ലോ കുതിർത്താൻ വെച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പിയിലേക്ക് ഇതേപോലെ മുറിക്കാതെ അങ്ങനെ തന്നെ ഇതേ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് കുപ്പിയിൽ അങ്ങനെ തന്നെ ഇറക്കി വെക്കും. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളിത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാറ്. അപ്പോൾ അതാ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതിരുന്ന ഇതിനകത്തേക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെള്ളവും നിറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്ത് നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊറിയൻ പിക്കിൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായിട്ട് അവർ കഴിക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കൊറിയൻ പിക്കിളാണ്. എല്ലാവരും നമുക്ക് വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ, നമുക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് ബെല്ലൈക്കണും ലൈക്ക് ബട്ടണും